ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ നൽകിയ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അപ്പോസ്തല പ്രവർത്തന 4-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ അവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ സന്തോഷത്തോടെ സാക്ഷ്യം വഹിച്ചു. എന്തെന്നാൽ അവരുടെ എല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധിയാണ് യേശുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള വലിയ യോഗ്യത എന്ന് പറയുക. അത് എത്രമാത്രം നമ്മളിലുണ്ട് എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഈശോ പറയൂലോ, നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾക്ക് പിഴവുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ സാക്ഷ്യം വഹിക്കാൻ പറ്റാത്ത, കൃപാവരങ്ങൾ കുറഞ്ഞു പോയ, യേശുവിൻ്റെ ഉത്ഥാനത്തെ സാക്ഷ്യം വഹിക്കാൻ പറ്റാത്ത നമ്മുടെ വാക്കുകൾ സന്തോഷത്തിന് പകരം സന്താപത്തിൻ്റെ നിമിഷങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുകയാണ്. നമ്മളിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ പ്രത്യേകമായി പുനരുത്ഥാന സാക്ഷ്യം വഹിക്കത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ധാരാളമായി നമുക്ക് നൽകണമേ. നമ്മൾ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സഭ ഏറ്റവും അധികം സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കദിനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവെ, പ്രത്യേകമായി സ്വർഗത്തിലേക്ക് ആരോഗ്യതനാകുന്ന അങ്ങയുടെ വലിയ സമ്മാനമാണ് പന്തക്കുസ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുക. അപ്പോൾ ആ വലിയ കൃപാവരം ഞങ്ങളിലേക്ക് ധാരാളമായി നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ